അല്ലട മോട്ടു, നീ എന്തെവിടെ? ആ അത് പിന്നെ എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. പക്ഷെ നീ ആരോട് പറയരുത്. അത് പിന്നെ എന്റെ ജോലി ചെറുതായിട്ടൊന്ന് പോയി. അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചു. ഇനി എങ്ങോട്ട് പോകണമെന്ന് പോലും എനിക്കറിയില്ല. പ്ലീസ്, ഇത് നീ അമ്മേനോട് പറയരുത്. പറയരുത് പ്ലീസ്. അമ്മയെങ്ങാനും പറഞ്ഞ എന്റെ അന്ത്യായിരിക്കും മോനെ. കോംപ്രമൈസോ? ഏയ്, ഞാൻ പറയൂല. എന്ത് സംഭവിച്ചാലും പറയില്ല. പ്ലീസ്, ചേട്ടന്റെ പുന്നാരനിയനല്ലേ, അമ്മനോട് പറയല്ലേ. എടാ മോട്ടു, എന്റെ അടുത്ത് പൈസയൊന്നുമില്ല. ജോലി പോയ കാര്യം നീ അറിഞ്ഞല്ലോ. ഓ ശരി. എങ്ങോട്ട് വിടാൻ? നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങാം. വാ, നീയിപ്പോ എന്തായാലും വീട്ടിലേ പോവാ. വാ പോവാ. വാ കേറ്. ബോറടിച്ചിട്ട് വയ്യ. ഈ മോട്ടൊക്കെ എവിടെ പോയി കിടക്കുക? ഇവൻ ആ കിച്ചന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോധമില്ല. ഒന്ന് വേഗം കൊണ്ട് വന്നൂടെ? അവിടെ ഉണ്ടെങ്കിൽ വെറുപ്പിച്ചെങ്കിലും ഇരിക്കായിരുന്നു. ഇനിയിപ്പോ അവനെ കാത്തിരിക്കാം. ഇതെന്താ സാധനം? എന്തോ ലെറ്റർ ആണല്ലോ. ഇവിടെ പാര ലെറ്റർ വരാൻ? പേര് വായിച്ചു നോക്കാലോ. ഇതിലിപ്പോ എവിടെ പേര്? സജിൻ. ചേട്ടനാരാ ലെറ്റർ അയക്കാൻ? ചേട്ടനാരാവും ലെറ്റർ അയച്ചിട്ടുണ്ടാവുക? ഇനി വല്ല ലവ് ലെറ്റർ ആണോ? ഏയ്, ആ പൊട്ടണക്കാരൻ ലവ് ലെറ്റർ അയക്കൂ? നീ എന്താ മീര ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? ഒന്നുമില്ലമ്മേ. അല്ല, അമ്മ എവിടുന്ന് വരാ? അമ്മ ഇത്രയും നേരം അകത്തല്ലേന്നോ? ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയതാ. നല്ല മീനൊന്നുമില്ല, അപ്പൊ പിന്നെ വാങ്ങിയില്ല. അപ്പൊ ഒന്ന് ചോറിന് മീൻകറി ഇല്ലേ? ഇല്ല. അയ്യേ, ചോറിനപ്പൊ പച്ചക്കറിയാ? നീ ചോറ് തിന്നാണ്ടിരിക്കുന്നു വേണ്ട. സജിനോട് വരുമ്പോ നീ വാങ്ങാൻ പറയാം. അതിന് ചേട്ടൻ രാത്രിയല്ലേ വരൂ? അവൻ നേരത്തെ ഇറങ്ങിത്തരാ. അതുകൊണ്ട് ഇപ്പൊ വരുന്നുണ്ട്. അല്ല, ഇതൊന്നും നിന്റെ കയ്യില്? അതിനെ പറ്റി പറയാൻ മറന്നുപോയി. അമ്മയുടെ ചേട്ടന്റെ പേരിൽ ഒരു ലെറ്റർ വന്നിരിക്കണു. അതന്നെ ഞാൻ ആലോചിക്കുന്നേ. ചേട്ടനാരാ ലെറ്റർ അയക്കാനുള്ളത്? സംതിങ് ഫിഷി അമ്മേ. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? ഒന്ന് പോയിട്ട് പെണ്ണെ, അവൻ വന്നിട്ട് തുറന്നു നോക്കിക്കോളൂ. അത് അവന് വന്ന ലെറ്റർ അല്ലേ, അത് അവൻ തുറന്നോളൂ. നീ ആയിട്ട് തുറന്ന് സഹായിക്കണ്ട. അടുക്കളയിൽ കയറാൻ നോക്ക്. ഒരു പണി ഇല്ലാണെന്ന് ഇരിക്കുക. എന്താ അമ്മ, ഞാൻ ഒന്ന് തുറന്നു നോക്കട്ടെ? വേണ്ടാന്നല്ലേ മീര പറഞ്ഞേ? ആ ലെറ്റർ കൊടുത്താ ഞാൻ കൊണ്ടുവച്ചോളാം. അവൻ വന്നിട്ട് കൊടുക്കാം. അടുക്കളയിലേക്ക്. ഞാൻ വരാം. അമ്മ നടന്നു. എന്നാലും ആരായിരിക്കും അത്? കണ്ടുപിടിക്കണം. വരുന്നേ. എന്നാലും നിങ്ങൾ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. നീ ഇത് വിളിക്കാണ്ട് വന്നേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. വല്ലാതെ സർപ്രൈസ് ആയി പോയി. അല്ല മിട്ടുമോളെ, നിന്റെ കാലൊക്കെ റെഡി ആയോ? ഇപ്പൊ എനിക്ക് ഓരാനും ചാരാനും ഒക്കെ പറ്റുന്നുണ്ട്. ആണോ? നിങ്ങൾ 2 ദിവസം നിൽക്കൂലേ? 2 ദിവസോ? ഞങ്ങൾ ഒരാഴ്ച നിൽക്കാൻ വേണ്ടിയാ വന്നേ. ആണോ? അടിപൊളി. അല്ല, എവിടെ പോയി മക്കളൊക്കെ? മൂത്ത അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. സജിൻ ഓഫീസിൽ പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. മീര അതാ റൂമിൽ എന്തൊക്കെയോ തെരയുന്ന. അങ്കിൾ എപ്പോ വരും ആന്റി? എപ്പോ വരും? നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് കഴിക്കാൻ എടുത്തിട്ട് വരാം. അതൊന്നും വേണ്ട, ഞാനും വരാം. എന്നാ വാ. എന്താ ആന്റി സ്പെഷ്യൽ? പഴംപൊരിയുണ്ട്, മതിയോ? മതി. എന്നാ വാ. അമ്മേ. അങ്കിള്. ഇത് ആര്? മിട്ടുമോളോ? സുഖാണോ? പിന്നെ കാലൊക്കെ ശരിയായോ? അയ്യോ, മറന്നുപോയി. നല്ല ആളോടാ ഞാൻ പറഞ്ഞേ. അല്ല അമ്മ, മീരയുടെ ലെറ്ററോ? എന്ത് ലെറ്റർ? അത് പറയാൻ മറന്നുപോയി. നിനക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്.
എനിക്കെന്ത് ലെറ്റർ വരാനാ? ആ ഇതന്നെ അവളും ചോദിച്ചേ. ഞാൻ തന്നെ എടുത്തിട്ട് നീ വായിച്ചു നോക്ക്. ആ വാ മിട്ടുമോളെ, നമുക്ക് കളിക്കാൻ പോവാം. ആ ചേട്ടാ, നാ, ദാ നിനക്ക് വന്ന ലെറ്റർ. ഇതെന്താ? എന്താന്ന് തുറന്നു നോക്ക്. അല്ല എന്റെ ബാഗ് എവിടെ? ഇതാ, ഇത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണല്ലോ. എടാ, ജോലി കിട്ടി. എന്റെ അമ്മോ, സമാധാനായി. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടുന്ന് വിളിക്കണ്ട, റൂമിൽ പോയി വിളിക്കാം. ജോലി കിട്ടിയല്ലോ, എനിക്ക് വീണ്ടും ജോലി കിട്ടിയല്ലോ. എന്തൊരു മഴയാ. സത്യം. മഴയത്ത് ചൂട് പഴംപൊരിയും ചൂട് ചായ കുടിക്കണം. ആ എന്ത് സുഖിക്കുന്നറിയോ. എനിക്ക് മഴ കണ്ടിട്ട് മഴ കൊള്ളാനൊക്കെ തോന്നുന്നുണ്ട്. വെറുതെ ഓരോന്ന് വിളിച്ചു വരുത്താൻ നിൽക്കാൻ. പണ്ടൊക്കെ നമ്മളൊക്കെ എത്ര മഴയത്ത് കളിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും പനിയും ജലദോഷമൊന്നും പിടിക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊന്നും മഴ നനയുമ്പോഴത്തേക്ക് തുടങ്ങും തുമ്മാനും ചുമക്കാനും. ഓ ഇവർക്കൊന്നും പറയണ്ട, ഇവർക്കൊക്കെ അടുത്തു കൂടെ പോയാ മതി. അമ്മ നമുക്ക് പുറത്തുനിന്ന് ചായ കുടിച്ചാലോ? എന്തിനാ? അല്ല മഴയൊക്കെ കണ്ട് ചായ കുടിച്ചൂടെ? ആ ശരി അമ്മ, നല്ല രസമുണ്ടാവും. മര്യാദയ്ക്ക് അകത്തുനിന്ന് കുടിച്ചാ പോരെ. എന്താ അമ്മ, വല്ലപ്പോഴും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ശരി. സംസാരിക്കാൻ പോലും പറ്റുന്നില്ല സൗണ്ട് കൊണ്ട്. ഈ കുട്ടിക്ക് പറഞ്ഞാലും മനസ്സിലാവൂല. അവള് കളിച്ചോട്ടെ. മിറ്റുമോക്ക് ബോട്ടുണ്ടാക്കാൻ പേപ്പർ വേണം. ശ്ശോ, ആവശ്യമുണ്ടാവുമ്പോ ഒരു പേപ്പർ പോലും കാണൂല. ഇവിടെ കുറെ പേപ്പർ ഉണ്ടല്ലോ. ഈ പേപ്പർ കൊള്ളൂല, വേറെ പേപ്പർ എടുക്കാം. ആ ഇവിടെ പേപ്പർ ഉണ്ടാവും. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അപ്പൊ മിറ്റുമോക്ക് ബോട്ട് കിട്ടൂലേ? മിറ്റുമോക്ക് ബോട്ട് വേണം. ഇതെന്താ സാധനം? ആയ് പേപ്പർ. ആ ഇതുകൊണ്ട് ബോട്ട് ഉണ്ടാക്കാം. മിറ്റുമോക്ക് പേപ്പർ കിട്ടിയല്ലോ. ബോട്ട് ഉണ്ടാക്കാൻ പേപ്പർ കിട്ടിയല്ലോ. അല്ല ചേട്ടാ, ചേട്ടൻ ആരാണ് ലെറ്റർ അയച്ചത്? ലെറ്ററോ? എന്ത് ലെറ്റർ? ആ ഞാനും ചോദിക്കണം എന്ന് വിചാരിച്ചു. ആരാടാ ലെറ്റർ അയച്ചത്? ആ അതൊരു കമ്പനിന്നാ. കമ്പനിന്നോ? ഏത് കമ്പനിന്ന്? ആ എനിക്കൊരു ജോലി കിട്ടി. അതിന് നീ എന്തിനാണ് മുട്ടുന്നേക്കത് കാറുന്നേ? ഒന്നുമില്ല. അല്ലടാ, നിനക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോ അപ്പൊ നിന്റെ ആദ്യത്തെ ജോലിയാ? അതിനേക്കാൾ നല്ലൊരു ജോലി അമ്മ ഇപ്പൊ കിട്ടിയേ. അപ്പൊ പിന്നെ ഞാൻ അത് ഒഴിവാക്കി ഇതിന് പോവും. ഇതാകുമ്പോ ഞാൻ ആഗ്രഹിച്ച ജോലിയും കൂടിയാ. അല്ല ചേട്ടാ, സാലറി ഒക്കെ? ആദ്യത്തെ ജോലിനേക്കാൾ കൂടുതലുണ്ട്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു പോകുന്നുണ്ടോ? ആ ഞാൻ അവരെ വിളിച്ചു നോക്കി. എന്നോട് ഇനി അടുത്ത തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. നന്നായി. ചേട്ടാ ഇതാ പേപ്പർ. എനിക്ക് തോണി ഉണ്ടാക്കിത്താ. മാറ്റി മിട്ടുമോളെ, ഇനി എനിക്ക് വയ്യ തോണി ഉണ്ടാക്കാൻ. പ്ലീസ് ചേട്ടാ, എനിക്ക് വയ്യ. ചേട്ടന് ശരിക്കും ജോലി കിട്ടിയോ ചേട്ടാ? അല്ലടാ, നിനക്കത് ഇത്ര വിശ്വാസമില്ലാത്ത? അല്ല അപ്പൊ നമ്മളെ ഡീൽ? ഡീല് ഞാനെന്തായാലും അമ്മേനോട് പറയില്ല. നീ എന്റെ അനിയനായി പോയില്ലേ. ഓ താങ്ക് യു ചേട്ടാ. അല്ല ചേട്ടാ, എന്നാലും ആ ജോലി പോകാൻ കാരണം എന്താ? ആ ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം.